കുഞ്ഞിരാമാ അന്യം ഇതുപോലെ ഓള് നൂലിക്കെട്ടി പറക്കും. ഞാൻ സുഖായിട്ടങ്ങ് പറക്കും. പട്ടം കഷ്ടം. ഇപ്പം വരാം. ഇനിയിപ്പൊ അടുത്ത കൊല്ലല്ലേ കാണാൻ പറ്റൂ. അതാ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. എന്തിനും ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ട്? കുഞ്ഞിരാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ബച്ചേട്ടനോ? അതാരാ? സിനിമാ നടൻ അമിതാഭ് ബച്ചൻ. ബച്ചൻ. അതെ, മുണ്ടിനേക്കാളും മാച്ച് പാൻസ് ആട്ടോ. കല്യാണം കഴിഞ്ഞപ്പോഴും വീട്ടിന്റെ ഒരു കാര്യം. പിന്നെ എല്ലാരും പറയാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിരാമേട്ടൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോകും. കൊണ്ടുപോവും. എങ്ങനെങ്കിലും ഒരു കല്യാണം കഴിച്ച് ഗൾഫും വിട്ട് നാട്ടിൽ വന്ന് കൂടാന്ന് വിചാരിക്കുന്നു. എന്താ? എനിക്ക് വിസയൊക്കെ ഉണ്ട്. ഇനി പാസ്പോർട്ട് വാങ്ങിയാ മതിയെന്നാ അച്ഛൻ പറഞ്ഞേ. കൊണ്ടുപോവാ. അപ്പഴേ ബസ്സും തീവണ്ടിയും പോലെയൊന്നും അല്ലാതെ വിമാനാണ്. വണ്ടി എടുക്കുമ്പോ ഓടിച്ചൊന്നും കയറാനൊന്നും പറ്റൂല. ഞാൻ വെള്ളാടി നിർത്തിയെന്റെ ദേഷ്യ കാര്യാക്കണ്ട. ശരിക്കും നിർത്തിയോ? നിർത്തി സജു. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ വെള്ളടിക്കൂല. എനിക്ക് എന്റെ അമ്മയെക്കാളും സജുവിനേക്കാളും വലുതല്ല ഒന്നും. എന്താ? എന്നെ ഇതുവരെ ആരും സജുവിനൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? ഇതാ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാ. കുറച്ചുള്ളൂ. ഒട്ടകത്തിന്റെ നഖം, ദുബായ് പപ്പടം, കരടിയുടെ ബൊമ്മ, കുന്തിരിക്കം മാത്രം എഴുതിയിട്ടില്ല. കുന്തിരിക്കം മാത്രം ഇടില്ല. അത് അപ്പുറത്തെ പിടിയെന്ന് വാങ്ങിക്കോ. ശരി. ഇത് പിടി. ഓളെ അച്ഛനോട് പറഞ്ഞാക്ക് പറ്റി കൊറേ പറ്റിക്കില്ലേ. കുട്ടേട്ടന് ഈ സ്ലീവ്ലെസ് ചുരിദാറൊക്കെ അടിക്കാനറിയോ? എന്റെ പൊന്നിലാലു, നിനക്ക് ആ 10 എഴുതിയെടുത്തു. കുഞ്ഞിരാമനെ പോലെ ദുബായ്ക്കെല്ലാം പോയിക്കൂടെ? എന്നിട്ടല്ല അറബീനെയും പറ്റിച്ച് 4 കാശ് സമ്പാദിച്ചൂടെ? ഇല്ല കുട്ടേട്ടാ, കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഈ ദേശമാണ് എന്റെ ദുബായ്, കുട്ടേട്ടനാണ് എന്റെ അറബി. ഈശ്വര, ഇവന്റെ ഈ ചേമ്പിലെ സ്വഭാവം കാരണം എനിക്ക് എടുത്തു വെക്കാൻ കുത്തുപാള പോലും ബാക്കി കാണണമെന്നാ തോന്നുന്നു. നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. ലാലു, നീ കോൺസ്റ്റബിൾ സുഗുണന്റെ പെങ്ങൾ രേഷ്മയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തേ? നീ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തയ്ക്കാനാന്നും പറഞ്ഞു വരും. സംഭവം തയ്ക്കാനൊന്നുമല്ല, അന്നെ കാണാൻ. അല്ലെങ്കിൽ ഇത്രയും കാലം റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയവക്ക് പെട്ടെന്ന് തയ്ച്ച ഡ്രസ്സിനോടൊരു സ്നേഹം തോന്നേണ്ട കാര്യം എന്താ? നീ അവളുടെ മനസ്സിൽ കയറി കഴിഞ്ഞില്ലാലോ. ഞാനോ? അതേടാ, നീയൊന്ന് മനസ്സ് വെച്ചാ വളയ്ക്കാന്നതേ ഉള്ളൂ. നിന്നെ കൊണ്ട് പറ്റും. കുട്ടേട്ടനുണ്ടടാ കൂടെ. കുട്ടേട്ടാ, പുതിയ ഫോട്ടോ വേണമായിരിക്കും പേഴ്സി വെക്കാൻ. തരാട്ടോ. ഒരു പോലീസുകാരനെയും തല്ലുകൊള്ളുമ്പോ നിന്റെ ഈ സുഖയുടെ താനെ മാറിക്കോളും. For more updates, like, comment, subscribe to our channel.